അപ്പം ഇതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ. ഇപ്പം ആരോഗ്യ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരെ ഇതിപ്പം നടപ്പാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിൻ്റെ രീതിയിൽ വരുവാണെങ്കിൽ പൈസ ഇല്ല എന്ന രീതി തന്നെയാണ്. അപ്പം ഏറ്റവും വലിയ, അതായത് ഈ ഒരു വർഷം ഈ ക്യാമ്പയിൻ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്കാണ് മുൻഗണന എന്ന് വെച്ചാൽ ഒരു പിടി സ്ത്രീകളാണ് എപ്പോഴും ഇത് പുറകിലോട്ട് നീങ്ങുന്നത്. അതായത് ചികിത്സിക്കാനും, കാരണം ഇത് ചികിത്സിച്ച് കണ്ടെത്തിയാലുള്ള ഭയം അത് കാരണം. അപ്പം ആ ഒരു കാര്യം കൂടി ഉണ്ട്. ഡോക്ടർ, അടുത്തൊരു ചോദ്യം ചോദിക്കുക, ഈ സ്ത്രീകൾ സാധാരണ കണ്ടുവരുന്ന ക്യാൻസറുകൾ അത് ഏതൊക്കെയാണ്? ഇതിൽ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ പ്രധാനമായും സ്ത്രീകളുടെ രോഗത്തിൽ ശ്രദ്ധ വെക്കുന്നത് ഒന്നാമത്തെ ക്യാൻസറായ ബ്രസ്റ്റ് ക്യാൻസറിനെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഗർഭാശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗർഭാശയ ഗള ക്യാൻസറിനെയുമാണ്. ഇതിന് കാരണം ഈ രണ്ട് ക്യാൻസറുകളും കൃത്യമായി നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സർവൈവൽ ഇംപ്രൂവ് ചെയ്യുമെന്ന് കൃത്യമായ പഠന റിപ്പോർട്ടുകളുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു കൃത്യമായ നയപരിപാടിയാണ് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്നത്. ആരോഗ്യവകുപ്പിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പ് ഡിസ്ട്രിക്ട് ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രി, PHCകൾ ഉൾപ്പെടുന്ന ഒരു ശൃംഖലയും. ഈ ശൃംഖലയിലുള്ള രണ്ട് തലത്തിലുമുള്ള ഡോക്ടർമാരെയും അതിന്റെ ആരോഗ്യ പ്രവർത്തകരെയും അടക്കം ഇത് പരിപൂർണമായി നമ്മൾ പരിശീലനം നൽകിയിരിക്കുകയാണ്. ഈ പരിശീലനത്തിന്റെ ഭാഗമായി PHC തലത്തിലുള്ള ഡോക്ടർമാർ, അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സ് അവർക്ക് നൽകിയിരിക്കുന്ന ഒരു ശൈലി ആപ്പ് വഴി ഓരോ രോഗികളെയും അവർ ആ ശൈലി ആപ്പിൽ എൻറോൾ ചെയ്തപ്പോൾ അവരിൽ എത്ര ശതമാനം റിസ്ക് ഉണ്ട്, എത്ര ശതമാനം ഗൗരവാവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുവന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ സംശയമുള്ള ആൾക്കാരെ സെക്കൻഡറി തലത്തിൽ താലൂക്ക് ആശുപത്രികളിലേക്ക് സർജൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ അടുത്ത് വിട്ട് അത് പരിശോധിപ്പിക്കുകയും അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള പരിശോധനകളോ ടെസ്റ്റുകളോ ആവശ്യമുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തലത്തിൽ ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യുകയും, അല്ലെങ്കിൽ സഹകരണ മറ്റ് NGOകളുടെ സഹായത്തോടു കൂടി നമ്മളത് ചെയ്തു കൊടുക്കുകയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് കണ്ടെത്തുന്ന രോഗികളെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ത്രിതല ടെർഷറി ലെവലിലുള്ള ആശുപത്രികളിലേക്ക് റഫർ ചെയ്തുകൊണ്ട് BPLകാർക്ക് പൂർണ്ണമായും സൗജന്യമായും ചികിത്സ നൽകുന്നതിനുള്ള ഒരു വിശാലമായ കർമ്മ പദ്ധതിയാണ് നമ്മൾ ഇന്ന് നടപ്പാക്കുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത്. ഈ ആരോഗ്യ പദ്ധതി, ക്യാൻസർ ബോധവൽക്കരണ രോഗനിർണയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായും നമ്മൾ ശ്രദ്ധ വെക്കുന്നത് ഇന്ന് മാറിലെ ക്യാൻസറിനെയും ഗർഭാശയ ഗള ക്യാൻസറിനെയുമാണ്. മാറിലെ ക്യാൻസറിന് ആവശ്യമായ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും ഗർഭാശയ ഗള ക്യാൻസറിന് ആവശ്യമായ ഗൈനക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിന്റെ വിദഗ്ധ പരിശോധനയും അതിനൊപ്പം ആവശ്യമുള്ള ആൾക്കാർക്ക് വിലി അല്ലെങ്കിൽ പാപ്സ്മിയർ പരിശോധനയും ഏർപ്പാട് ചെയ്തുകൊണ്ട് വളരെ വിശാലമായ ഒരു രോഗനിർണയ ക്യാമ്പയിനാണ് നമ്മുടെ ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്.